നമസ്കാരം. ഗുഡ് ഈവനിങ്. ഇന്ത്യയിലുള്ളവർക്ക് ഗുഡ് മോർണിംഗ്. Good evening. First of all, thank you. First of all, I want to thank Sister Mary Korvekal, although with informative traveling from Dallas to Houston, visiting a lot of people, and she made it for this class and for recording purposes. And I want to thank you for that. And especially, we know that God is going to honor even minutest thing. Is going to give us reward for His kingdom when we work for it. And എനിക്ക് എൻ്റെ നന്ദി പ്രത്യേകം ഞാൻ അറിയിക്കുന്നു. ഇന്ന് ചരിത്രത്തില് ഒരു പ്രധാന ദിവസമാണ്. ഇന്നിപ്പോഴ് ഒക്ടോബർ 9, 2025 ഒക്ടോബർ 9, 2025. ഇന്ന് ആണ് അവിടെ ഗാസയില് അവിടെ ഇസ്രായേലും ഹമാസും തമ്മില് സമാധാനത്തിന് കരാർ വെച്ചു. പ്രസിഡന്റ് ട്രംപ് ആണ് അതിന് മുൻകൈ എടുത്തത്. മുഴുവൻ അറബി രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും എല്ലാം അതില് അവരെ അത് ഒരുമിച്ചാണ് ഇത് ചർച്ച നടത്തിയത്. അത് വലിയൊരു വിജയമാണ്. ഇപ്പോഴ് കാട്ടുതീ പോലെ ലോകം മുഴുവന് ആൾക്കാരെ യൂട്യൂബിലും എല്ലായിടത്തും ഓൾറെഡി പ്രകടനം തുടങ്ങി. എനിക്കന്ന് സണ്ണിയിൽ പറ്റുമെന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് ആൾക്കാർ ഇട്ട് കഴിഞ്ഞു. ഇത് ഈ ട്രംപിന്റെ ഈ പീസ് പ്ലാന് 7 കൊല്ലത്തേക്കുള്ളതാണ്. ദാനിയൽ 9:27 9:27 പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ, അന്തിക്രിസ്തു 7 കൊല്ലത്തേക്ക്. അതൊന്ന് ആരെങ്കിലും ഒന്ന് ഡാനിയൽ 9:27 എന്ന് വായിക്കുക, ആരെങ്കിലും ഒന്ന്. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. താങ്ക് യു വെരി മച്ച്. ഇവിടെ ഈ എഗ്രിമെന്റ് ആണ് ട്രംപ് സൈൻ ചെയ്യുന്നതാണ്. ട്രംപ് ഈജിപ്തിലേക്ക് പോകുന്നുണ്ട് ഈ ഏതാനും ദിവസക്കകം, അവരെ എല്ലാവരും അവകാശപ്പെടുന്നത്. എന്നാൽ ഇവിടെ ഇംഗ്ലീഷിൽ അത് വായിക്കുമ്പോഴും എല്ലാവരും ഈ കമന്ററികളെല്ലാം വിടുന്ന പിന്നെ ഹി ഷാൽ കൺഫേം ദി കവനന്റ്. അപ്പൊ ഒരു കവനന്റ് ഓൾറെഡി ഉണ്ട്, അതിനെ കൺഫേം ചെയ്യുന്ന അന്തിക്രിസ്തു. ഇപ്പം അങ്ങനെ അവര് പറയുന്ന പോലെ നേരത്തെ അറിയാം, പ്രവചന പണ്ഡിതന്മാരെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നവര് സദാം ഹുസൈൻ അന്തിക്രിസ്തുവാണ്, റേഗൻ അന്തിക്രിസ്തുവാണ്, ക്ലിന്റൺ അന്തിക്രിസ്തുവാണ്, ഒബാമ അന്തിക്രിസ്തുവാണ്, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പ്രസിഡന്റ് ട്രംപ് അന്തിക്രിസ്തുവായിട്ടാണ് ഇപ്പം ഇവരെ വ്യാഖ്യാനിക്കാൻ പോകുന്നത്. അതിൽ പ്രശ്നമെന്ന് പറഞ്ഞാല് ഈ അന്തിക്രിസ്തുവിന്റെ സ്വഭാവ വിശേഷങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അവന് നിയമത്തെ ലംഘിക്കുന്ന ഏറ്റവും ലോലെസ് മാൻ, ഏറ്റവും അധകൃതനായ ഒരു മനുഷ്യനാണ് പിന്നെ അന്തിക്രിസ്തു എന്ന് പറയുന്നത്. യാതൊരു നിയമവും പാലിക്കുന്ന ആളല്ല. ട്രംപ് ആയിരുന്നെങ്കിൽ പണ്ട് ഡെമോക്രാറ്റിക് പാർട്ടിയും ഇങ്ങനെ 2-3 വിവാഹം കഴിച്ച് 2015 കൂടി അദ്ദേഹത്തിന് ഒരു ചേഞ്ച് വന്നു. അതിനുശേഷം ഫ്രാങ്ക്ലിൻ ഗ്രാം, റോബർട്ട് ജെഫേഴ്സ് ഇങ്ങനെയുള്ള ബാപ്റ്റിസ്റ്റ് മറ്റുള്ള പെന്തക്കോസ്റ്റൽ പാസ്റ്റേഴ്സുമായിട്ടാണ് പിന്നെ അദ്ദേഹത്തിന്റെ സംസർഗം കൂടുതലായിട്ടുള്ളത്. കൂടാതെ തന്നെ ഇപ്പം ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്ന ഒരു ഭരണകൂടമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അന്തിക്രിസ്തു ആയിട്ട് ഒരിക്കലും ആ നിലയിൽ വരുന്നില്ല. ദൈവവിശ്വാസവും ആ നിലയിലുള്ളതാണ്. എന്നാല് ട്രംപിന് ശേഷം വരുന്ന ഒരാൾ 7 കൊല്ലത്തേക്കാണെങ്കിൽ 3.5 കൊല്ലത്തിന് ശേഷം വേറെ വരുന്ന ആള് ആ നിലയിൽ ആകാൻ സാധ്യത, ഈ പോസിബിലിറ്റിയെ പറയുന്നുള്ളൂ. ഇത് ഈ ഇന്റർനെറ്റിൽ ഇപ്പം കാട്ടുതീ പോലെ പടർന്നു പിടിച്ചേക്കാണ്. യൂട്യൂബില് വരുന്നു, ഇപ്പം ഉടനെ വരാൻ പോകുന്നു, റാപ്ചർ നടക്കും എന്നും പറഞ്ഞ്. അതിലൊന്നും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. റാപ്ചർ നടന്നാലും നടന്നില്ലെങ്കിലും നമ്മൾ അതിനു വേണ്ടി വിശ്വസിച്ച് നമ്മളെ പ്രതീക്ഷ റാപ്ചർ ആണല്ലോ, എപ്പോഴും നമ്മളെ നോക്കിയിരിക്കണം. എന്നാൽ നമ്മളതിന് കൂടുതൽ സെൻസേഷണൽ ആയിട്ടൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അതാ എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുക. ഈ പ്രൊപ്പഗാൻഡയിൽ ഒന്നും നിങ്ങൾ വീഴരുത്. അത് കൂടുതൽ പ്രാർത്ഥനയോടെ ചിന്തിക്കണമെന്ന് ഞാൻ ആദ്യമായിട്ട് പ്രസ്താവിക്കുകയാണ്. നേരത്തെ കഴിഞ്ഞ ആഴ്ച ഈ മത്തായി സുവിശേഷം 24-25 നിന്നാണ് ഞാൻ സംസാരിച്ചത്. മണവാട്ടി ആരാണ്, മണവാട്ടിയുടെ തോഴികൾ ആരാണ് എന്നുള്ള കാര്യങ്ങളാണ്. അതിനു മുമ്പ് പഠിപ്പിച്ചത് വെളിപാട് പുസ്തകം 18-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളും പിന്നെ 19-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളുമായിരുന്നു. എന്നാൽ അന്ന് സിസ്റ്റർ മേരി കുറവയ്ക്കല് റെക്കോർഡിങ് കിട്ടാഞ്ഞത് കൊണ്ട്
അത് ഞാൻ വീണ്ടും അത് സമ്മറി ആയിട്ട് അത് ഇവിടെ ഇന്ന് പ്രസ്താവിക്കുന്നതായിരിക്കും. റെപ്പറ്റീഷൻ ആയിട്ട് നിങ്ങൾ തോന്നിയാൽ ഒത്തിരി പേര് എന്നോട് ഇന്ത്യയിൽ നിന്നും ചോദിച്ചു റെക്കോർഡിങ് കിട്ടിയില്ലല്ലോ എന്ന് ചോദിച്ചു കേൾക്കണമെന്ന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. അതിന്റെ ചുരുക്കമായിട്ട് ഞാൻ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ എന്തുകൊണ്ടെന്നാൽ ഒത്തിരി പേര് നിങ്ങൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന കൂടുതൽ ആൾക്കാർ കേൾക്കുന്നുണ്ട് ലോകം മുഴുവൻ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വെളിപാട് പുസ്തകം 18-ാം അധ്യായം 18-ാം അധ്യായം 16 മുതൽ 24 വരെ വാക്യം ഒന്ന് വായിക്കുക ആരെങ്കിലും. 18-ന്റെ 16 മുതൽ 24 വരെ. അയ്യോ അയ്യോ മഹാനഗരമേ, നേരിയ തുണിയും ധൂമ്രവർണ്ണവും കടുംചുവപ്പും ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളെ, ഇത്ര വലിയ സമ്പത്ത് 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞു കരഞ്ഞു ദുഃഖിക്കും. ഏതു മാലുമിയും ഓരോ ദിക്കിലേക്ക് കപ്പലേറി പോകുന്ന ഏവനും കപ്പൽക്കാരും കടലിൽ തൊഴിൽ ചെയ്യുന്നവരൊക്കെയും ദൂരത്ത് നിന്ന് അവളുടെ ദഹനത്തിന്റെ പുക കണ്ട് മഹാനഗരത്തോട് തുല്യമായ നഗരം ഏത് എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവർ തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് അയ്യോ അയ്യോ, കടലിൽ കപ്പലുള്ളവർക്ക് എല്ലാം തന്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞും ദുഃഖിച്ചും കൊണ്ട് നിലവിളിച്ചു. സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയതുകൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പീൻ. പിന്നെ ശക്തനായൊരു ദൂതൻ തിരികല്ലോളം വലുതായൊരു കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു പറഞ്ഞത്, ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞു കളയും, ഇനി അതിനെ കാണുകയില്ല. വൈണികന്മാർ, വാദ്യക്കാർ, കുഴലൂത്തുകാർ, കാഹളക്കാർ എന്നിവരുടെ സ്വരം നിന്നിൽ ഇനി കേൾക്കയില്ല. യാതൊരു കൗശലപ്പണിയും ചെയ്യുന്ന ഒരു ശില്പിയെയും നിന്നിൽ ഇനി കാണുകയില്ല. തിരികല്ലിന്റെ ഒച്ച ഇനി നിന്നിൽ കേൾക്കയില്ല. വിളക്കിന്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കയില്ല. മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരം ഇനി നിന്നിൽ കേൾക്കയില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കളായിരുന്നു. നിന്റെ ക്ഷുദ്രത്താൽ സകല ജാതികളും വശീകരിക്കപ്പെട്ടിരുന്നു. പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിലല്ലോ കണ്ടത്. നമ്മളിവിടെ വായിച്ചത് ഭാഗം മനസ്സിലായി. ലോകത്തിന്റെ അന്ത്യമാണ് കാണാൻ പോകുന്നത്. പൊളിറ്റിക്കൽ ബാബിലോൺ സർവനാശം സംഭവിക്കുകയാണ്. ഇത്രയും ലോകം മുഴുവൻ നിയന്ത്രിച്ചിരുന്ന ആ സിസ്റ്റം ഒരു നിമിഷം കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് ഇല്ലാതാൻ പോവുകയാണ്. എന്റെ അവസാനത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നേരത്തെ ഞാൻ പ്രസ്താവിച്ചിട്ടുള്ളതാണ്. പ്രവാചകന്മാരുടെയും 24 പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിലല്ലോ കണ്ടത് എന്ന് പറഞ്ഞാൽ ഈ അവസാനത്തെ ബാബിലോണിന്റെ ആ സിസ്റ്റം പണ്ട് മുതലേ ക്രിസ്ത്യാനികളെയും ദൈവത്തെയും അവഹേളിക്കുകയും കൊല്ലുകയും ചെയ്ത രക്തച്ചൊരിച്ചിന്റെയും സർവ്വപാപം കൂടെ ദൈവം അവിടെ ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അത് പ്രവാചകൻ ഇവിടെ വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിലല്ലോ കണ്ടതെന്ന് പറയുമ്പോൾ ബാബിലോൺ നഗരത്തെ മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മത്തായി 23-ാം അധ്യായത്തില് മത്തായി 23 പ്രിസൈസ്ലി പറഞ്ഞ 23-ന് 35-36 വരെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. അധ്യായത്തിൽ കർത്താവ് പുരുഷന്മാരെയും ശാസ്ത്രിമാരെയും കുറ്റപ്പെടുത്തുമ്പോൾ പ്രസ്താവിക്കുന്നത്, നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായ ബെരഖ്യാവിന്റെ മകനായ സക്രിയാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തം എല്ലാം യെരൂശലേം നഗരത്തിന്മേൽ വരേണ്ടതാകുന്നു. ഇതൊക്കെയും ഈ തലമുറയിൽ വരും. അവിടാണ് കർത്താവായ യേശുക്രിസ്തു അവിടെ മത്തായി സുവിശേഷത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ സംഭവിക്കും? ഒരു തലമുറ ചെയ്തിട്ടില്ലാത്ത കുറ്റത്തിന്റെയും കൊലപാതകത്തിന്റെയും കുറ്റം എങ്ങനെ അവരുടെ മേൽ വരും? അതിന്റെ ഉത്തരം ഇവിടെ നമ്മളിപ്പം വായിച്ച ഈ 18-ാമത്തെ 24-ാം വാക്യമാണ്. ആ പണ്ട് ചെയ്തതെല്ലാം അവിടെ ഈ തലമുറ വന്നിരിക്കുകയാണ്. ഇത് വളരെ ലളിതമാണ് മനസ്സിലാക്കാൻ. ഇത് ബാബിലോണിനോട് ഉപയോഗിക്കുന്നത് പോലെ നമ്മോട് ഉപയോഗിച്ചിരിക്കുകയാണ്. പ്രവാചകന്മാരുടെ രക്തത്തിനും കുറ്റക്കാരനാകാൻ നിങ്ങൾ എല്ലാ വിശുദ്ധന്മാരെയും കൊള്ളണമെന്നില്ല. ദൈവിക ന്യായവിധിക്ക് 10 കൽപ്പനയിലെ എല്ലാ ലംഘനങ്ങളും നിങ്ങൾ ചെയ്യണമെന്നില്ല. പാപം ചെയ്യാനുള്ള ആഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗോഡ് കൺസിഡേഴ്സ് യുവർ ടെൻഡൻസി ആൻഡ് പ്രൊപ്പൻസിറ്റി ടു കമ്മിറ്റ് ക്രൈം. അതാണ് നമ്മുടെ മനസ്സിനെയാണ് ഉദ്ദേശിച്ചാണ് അവിടെ ചെയ്യുന്നത്. എല്ലാം ചെയ്യണമെന്നില്ല. അതേ സമയത്ത് ഒത്തിരി പേര് പഠിപ്പിക്കുന്നത് ജനറേഷൻ കഴ്സ്, പിന്നെ പരമ്പരമായിട്ട് നമ്മൾ ചെയ്യുന്നത് കൊച്ചുമക്കളുടെ മേലും വരും. അങ്ങനെ വേണമെന്നില്ല.
അതിനെ വേറൊരു ഇതുണ്ട്. അത് ഇല്ലെന്നുള്ളതിന് എസെക്കിയേൽ 18:17 മുതൽ 19 വരെ നിങ്ങളൊന്ന് വായിച്ച് ആരെങ്കിലും ഒന്ന് എസെക്കിയേൽ 17 അത് നിങ്ങൾ സമയമുണ്ടെങ്കിൽ 18-ാം അധ്യായം മുഴുവൻ ഒന്ന് വായിക്കണം. അത് ഇത് ക്ലാസ് കഴിയുമ്പോൾ നാളെ വല്ലതും 18-17 മുതൽ 19 വരെ. എസെക്കിയേൽ 18:17-19 18-ാം അധ്യായം. നീതികേട് ചെയ്യാതെ വണ്ണം കൈമടക്കിക്കൊള്ളുകയും പലിശയും ലാഭവും വാങ്ങിക്കാതിരിക്കുകയും എൻ്റെ വിധികളെ നടത്തി എൻ്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ അപ്പൻ്റെ അകൃത്യം നിമിത്തം മരിക്കാതെ ജീവിച്ചിരിക്കും. അവൻ്റെ അപ്പനോ ക്രൂരപീഡന ചെയ്ത് സഹോദരനോട് പിടിച്ചു പറിച്ച് തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ കൊള്ളരുതാത്തത് പ്രവർത്തിച്ചിരിച്ചതുകൊണ്ട് തൻ്റെ അകൃത്യത്താൽ മരിക്കും. എന്നാൽ മകൻ അപ്പൻ്റെ അകൃത്യം വഹിക്കേണ്ടതല്ലയോ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. മകൻ നീതിയും ന്യായവും പ്രവർത്തിച്ചു എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ചു നടക്കുന്നുവെങ്കിൽ അവൻ ജീവിച്ചിരിക്കും. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മകൻ അപ്പൻ്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകൻ്റെ അകൃത്യവും വഹിക്കേണ്ട. നീതിമാൻ്റെ നീതി അവൻ്റെ മേലും ദുഷ്ടൻ്റെ ദുഷ്ടത അവൻ്റെ മേലും ഇരിക്കും. എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത സകല പാപങ്ങളെയും വിട്ടുതിരിഞ്ഞ് എൻ്റെ ചട്ടങ്ങളൊക്കെയും പ്രമാണിച്ച് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. ഇതിലൊരു കോൺട്രഡിക്ഷൻ ഉണ്ടല്ലോ. ഇവിടെ യേശുക്രിസ്തു മത്തായി സുവിശേഷത്തിൽ പറഞ്ഞത് 18:24 കണ്ടതും പണ്ട് മുതലേ ചെയ്തതിന് ഈ തലമുറയോട് ബാധിക്കുന്ന ഇപ്പൊ ഇവിടെ വായിച്ചപ്പോ അങ്ങനെ അതിനെന്തോ നിങ്ങൾ ഉത്തരം പറയുന്നത്? ഒരു കോൺട്രഡിക്ഷനായ വൈരുദ്ധ്യമാണല്ലോ കാണുന്നത്. അതിന്റെ ഉത്തരം എന്നതാ? വേദോസ്തവത്തില് എതിരായിട്ടുള്ള കാര്യങ്ങളുണ്ടോ? പിന്നെ പരസ്പര വിരുദ്ധമായിട്ടുള്ള സംഗതികളുണ്ടോ? മത്തായി സുവിശേഷം 23 ഏത് വാക്യം വരുന്നത്? മത്തായി 23:35-36. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, യേശുക്രിസ്തു പറഞ്ഞല്ലോ, നിങ്ങൾ അവിടെ കൊന്ന അവരുടെ എല്ലാം ആവേൽ മുതൽ കൊന്ന എല്ലാവരുടെയും രക്തം നിങ്ങളുടെ മേൽ വരുമെന്ന് അവരോട് പറഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ എനിക്ക് പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോട്ടെ. പിന്നെ ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു സംഗതി ഇത്രയേ ഉള്ളൂ. God established the principle of individual accountability for sins. A person who lives justly and follows God's law will live, even if their father was wicked. അപ്പൊ ഇതാണ് ദൈവത്തിന്റെ ജനറൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാല്. ഇത് അവനവനാണ് എപ്പോഴും പഴയ നിയമകാലത്തിലും പുതിയ നിയമകാലത്തിലും. ഇത് കോൺട്രഡിക്ഷൻ അല്ല. ഇതിൽ നിന്ന് ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഉദാഹരണം പറയാനുള്ളത്, ഈ നാട്ടിൽ നിന്ന് വരുന്ന ഇന്ത്യക്കാരെല്ലാവരും 99% ഒരു ഐഡിയയിലാണ് വിശ്വസിക്കുന്നത്. വോട്ട് ചെയ്യുമ്പോഴും അങ്ങനെ ഒരു പാർട്ടിക്കാണ്. കാരണം അവര് ഇത് സംഗതി ചെയ്യാനുള്ളത്. പിന്നെ അവര് ആ നിലയിൽ ഒരു നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു കോട്ടയത്തുള്ള എല്ലാവരും ഒരുപോലെ ചിന്തിക്കുക അതിന്റെ കാരണം എന്നായിരിക്കും? നിങ്ങൾക്ക് എന്നതിലും അത് എല്ലാവരും ഒരുപോലെ ഒരു രാജ്യത്ത് ചിന്തിക്കുക. അതിന്റെ എനി റീസൺ ഫോർ ദാറ്റ്? ബ്രെയിൻ വാഷിംഗ്. താങ്ക് യു. ബ്രെയിൻ വാഷിംഗ്. അപ്പൊ നമ്മൾ അറിയാതെ ബ്രെയിൻ വാഷിംഗ്. പിന്നെ അതുകൂടെ എനിക്ക് ഇവിടെ ഈ മേരി ജോർജ് പിന്നെ ബേബിയോടും പിന്നെ ഇത് മേഴ്സിയോടും ചോദിക്കും, നിങ്ങൾ ഇന്ത്യ വോട്ട് ചെയ്തിട്ടുണ്ടോ? ഞാൻ 2 പ്രാവശ്യം ചെയ്തു. അവിടെ ആരുടെ ബ്രദർക്കായിരുന്നു വോട്ട് ചെയ്തത്? ബ്രദർക്കാരില്ലായിരുന്നല്ലോ ഇവിടെ. ഓക്കെ. അപ്പൊ അവിടെ വോട്ട് ചെയ്ത ആളിന്റെ മുഴുവൻ പേഴ്സണൽ മൊറാലിറ്റി എല്ലാം നോക്കിയാണ് എത്ര കല്യാണം കഴിച്ചിട്ടുണ്ടോ, എത്ര പെണ്ണുങ്ങളെ നോക്കി വന്നില്ല. പിന്നെ ഏത് ബേസിസിലാ? പാർട്ടിക്കാണ് വോട്ട് ചെയ്ത ആളിനാണ് വോട്ട് ചെയ്തത്? ശരിക്കും പറഞ്ഞ പാർട്ടിക്കാ. കാരണം ചെറുപ്പം മുതലേ കേൾക്കുന്ന പാർട്ടിയെ കുറിച്ചല്ലേ. ഓക്കെ. മേഴ്സി പറഞ്ഞത് പാർട്ടിക്ക് അല്ലേ? പിന്നെ മേരി ജോർജ് അതല്ലേ പറഞ്ഞത്? പാർട്ടിക്ക്. ഓക്കെ. അപ്പൊ കേരളത്തിലെ ക്രിസ്ത്യാനികൾ വളരെ ബുദ്ധിയുള്ളവരാണ്. അവര് പാർട്ടിക്ക് നിൽക്കുന്ന സ്ഥാനാർത്ഥിയുടെ പിന്നെ അവര് സ്വഭാവം ഒന്നും നോക്കുന്നില്ല. അവര് ചിലപ്പം 10-100 പെണ്ണുങ്ങളുടെ പോകാനായിരിക്കും, കള്ളുകൂടിയനായിരിക്കും. പക്ഷെ ക്രിസ്ത്യാനികൾക്ക് പിന്നെ ഇന്ത്യയെ വെച്ച് നോക്കുമ്പോൾ ഏത് പാർട്ടിയുടെ പോളിസിയാണ് ഈ ക്രിസ്ത്യാനികൾക്ക് സ്വയമായിട്ട് ജീവിക്കാനുള്ളത് വെച്ചാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ വരുമ്പോൾ നേരെ തിരിച്ചാണ്. ട്രംപ് 3 പ്രാവശ്യം കല്യാണം കഴിച്ചാണെങ്കിൽ ഇവിടെ നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് അല്ല,
നമ്മൾ പോളിസി, ഏത് പാർട്ടി ഏത് പോളിസി എന്നുള്ളതാണ് നമ്മൾ വിശ്വാസം ചെയ്യുന്നത്. ഒരു പാർട്ടിയും പെർഫെക്റ്റ് അല്ല, ഒരു പേഴ്സണും പെർഫെക്റ്റ് അല്ല. യേശു ക്രിസ്തു മാത്രമേ പെർഫെക്റ്റ് ഉള്ളൂ. ഏത് മനുഷ്യനെ നിങ്ങൾ നിർത്തിയാലും അതിൽ കുറച്ചിൽ കാണും. എന്നാൽ പാർട്ടിയുടെ പോളിസി ഏതെങ്കിലും എല്ലാ പാർട്ടിയുടെ പോളിസി നമുക്ക് എഗ്രി ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ നമുക്ക് വിശ്വാസികൾക്ക് ഏറ്റവും എഗ്രി ചെയ്യാവുന്ന പാർട്ടിക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് 15 വയസ്സുള്ള 16 വയസ്സുള്ള ഒരു പെൺമകളുണ്ട്, അവളൊരു സുപ്രഭാതത്തിൽ വന്ന് പറയാ, ഡാഡി അല്ലെ മമ്മി, ഞാന് പിന്നെ പുരുഷനായിട്ട് ജനിച്ചതാണ്, റോങ് ബോഡിയിലാണ്, ഈ സ്ത്രീയുടെ ബോഡിയിലാണ് ജനിച്ചത്, ഞാൻ യഥാർത്ഥ പുരുഷനാണ്, അതുകൊണ്ട് എന്റെ ബ്രസ്റ്റ് രണ്ടും കണ്ടിച്ച് കളയണം, എനിക്ക് പിന്നെ ട്രീറ്റ്മെന്റും വേണം, ഞാൻ പുരുഷനാകാൻ പോകാന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തോ ചെയ്യും? എങ്ങനെയായിരിക്കും നിങ്ങൾ ഒരു മരണം പോലെയല്ലേ അത് കണക്കാക്കുന്നത്? അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ അതിനെ അങ്ങനെ ആ സിസ്റ്റത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിനെ നിങ്ങൾ ഫസ്റ്റ് ജനറേഷൻ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ദൈവം ഈ ബാബിലോണിലെ ശിക്ഷിക്കുന്നവരെ ശിക്ഷിക്കും. എന്നാൽ അവരുടെ മക്കള്, ഈ നമ്മുടെ മക്കള്, ഞാൻ സെക്കൻഡ് ജനറേഷനുണ്ട് ഇവിടെ ആന്റിഫയുടെ ആൾക്കാർ, നമ്മുടെ പവൻ സഭയിലുള്ള ചെറുപ്പക്കാരെ എനിക്കറിയാം. അപ്പൊ അവര് വരുമ്പോ അവരും ആ പിതാക്കന്മാരുടെ പാപമായി പിള്ളേരുടെ പേരിൽ വരും. എന്നാൽ പിള്ളേർ മക്കൾ അതിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ, അവര് അതിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇവിടെ വായിക്കേണ്ടത് ഇതാണ്. ഇത് പേരൻസിന്റെ, ഇവിടെ പിതാവിന്റെ കുറ്റം മാതാവിന്റെ കുറ്റം മക്കൾ വരുന്നില്ല. അതുകൊണ്ട് അവർ ആ കുറ്റം അവർ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വരുമെന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവിടെ കോരഹ പുത്രന്മാരുടെ വളരെ നല്ല ഉദാഹരണങ്ങളല്ലേ. കോരഹ പുത്രന്മാരെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു. എത്രാം സങ്കീർത്തനത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്? 84-ാം സങ്കീർത്തനമല്ലേ? അപ്പൊ എന്റെ മുഴുവൻ അവിടെ പറയുന്ന നോക്കുമ്പോൾ എത്രയോ എന്റെ ഹൃദയവും മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. ഐ ലോങ്, യെസ് ഐ ഫെയിന്റ് വിത്ത് ലോങ്ങിങ്. അപ്പം നമ്മള് അവരെ നോക്കിയാൽ അവരുടെ പിതാവ് എന്നാ കുടുംബത്തിന് നാശം വരുത്തിയ ആളാണ്. മോശയുമായിട്ട് അവിടെ ലംഘിച്ച് ഭൂമി പിളർന്ന് ദൈവം നശിപ്പിച്ചാണ്. ഞാൻ നേരത്തെ പ്രസ്താവിച്ചിട്ടുള്ളത് പോലെ ഇവിടെ അമേരിക്കയിലും മറ്റു സ്ഥലത്തും ഒക്കെ ആരെങ്കിലും കുറ്റത്തിന് പിടിച്ചാൽ എന്റെ പേരൻസ്, എന്റെ മാതാപിതാക്കളെ മോശം ആരും എന്നോട് ഇടപെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കള്ളുകൂടിയനായി പോയത്. അല്ലെങ്കിൽ അയൽവക്കത്തുകാരന് അങ്കിളായിരിക്കും, അല്ലെങ്കിൽ എന്റെ സ്കൂൾ ടീച്ചർ ആയിരിക്കും മോശമാണ്. എപ്പോഴും they pin the blame on somebody else. അപ്പൊ ഇവിടെ അങ്ങനെയല്ല. കോരഹ് അങ്ങനെ ആണെങ്കിലും കോരഹിന്റെ മക്കൾ എങ്ങനെയാണ്? മക്കളുമേൽ അതൊന്നും വന്നില്ല. അതെ, മരിച്ചില്ല. അതാ പറയുന്നത്. കോരഹിന്റെ പുത്രന്മാരുടെ കാര്യമായി പറയുന്നത്. അപ്പൊ കോരഹ് മരിച്ചെന്നായി. കോരഹും അബീരാം, അവിടെ 3 പേര്, അവരെല്ലാം മരിച്ചു. പക്ഷെ മരിക്കാത്ത അവര് കോരഹിനെ പിന്തുടർന്നില്ല. ഇവിടുത്തെ നമ്മുടെ ചർച്ചാ വിഷയം അതാണ്. എത്ര പേരുണ്ട് കോരഹിന്റെ എത്ര മക്കളുണ്ട് അറിയാമോ? അത് സമയമില്ലാത്ത 3 താങ്ക് യു. 3. അതെവിടാന്ന് അറിയാമോ? അപ്പൊ പിന്നെ 84 സാംസിലുണ്ട്. അവര് 11 സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാണ്. പിന്നെ പുറപ്പാട് പുസ്തകം 6:24 അസീർ, എൽക്കാന, അഭിഷാഫ്, പിന്നെ 3 മക്കളുണ്ട്. അപ്പൊ അവർ കോരഹിന്റെ പുത്രന്മാര് കോരഹ് ചെയ്ത യാതൊരു ഇതും അവരെ ഏൽപ്പിച്ചിട്ടാ. അപ്പൊ അവിടെ 84-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ ഒന്ന് മനസ്സിലാകുന്നത്, അവിടെ ദേവാലയത്തില് കുരുവിൽ പക്ഷി, മീവൽ പക്ഷി, കൊച്ചു പക്ഷികൾ അവിടെ കൂടി വെച്ചിരിക്കുകയാണ്. അപ്പം കോരഹ് പുത്രന്മാര് അവരെ ആ പക്ഷിയെ നോക്കി അസൂയപ്പെടുകയാണ്. ഇവരെത്രയോ ഭാഗ്യമുള്ളവരാണ്. ആ ദൈവത്തിന്റെ ആലയത്തിൽ, യഹോവയുടെ ആലയത്തിൽ കാവൽക്കാരനായിരിക്കുന്ന കൂടുതൽ ഭാഗ്യമില്ല. അതാണ് യഥാർത്ഥത്തിലുള്ളത്. അപ്പൊ ദൈവത്തിൽ ആ കോരഹിന്റെ തുടർന്നിരുന്നെങ്കിൽ അവരും അങ്ങ് തുടർന്നില്ല. അതുകൊണ്ട് പേഴ്സണൽ ഇന്റഗ്രിറ്റി നമ്മുടെ ദൈവമായിട്ട് നേരിട്ടാണ്. അതുകൊണ്ട് പിതാക്കന്മാർ ചെയ്യുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കലി മാതാവും പിതാവും പഴിച്ചുകൊണ്ട് മക്കള് ശിക്ഷ ലഭിക്കണമെന്നില്ല. അതാണ് ഇപ്പോൾ വായിച്ച് കോൺട്രിക്ഷൻ പ്രവചനത്തിൽ പറഞ്ഞിട്ടില്ലേ, അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് കുടിക്കുകയും. താങ്ക് യു വെരി മച്ച്. അത് വളരെ ശരിയാ. പല ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ഞാനിത് വളരെ സമയമില്ലാത്തതുകൊണ്ട് ഇത് പോകുന്ന അവിടെയൊക്കെ എടുത്ത് വായിക്കാം. അത് പൂരിപ്പിച്ചതിന് താങ്ക്സ്. മനുഷ്യന്റെ തെറ്റായ പ്രവർത്തനങ്ങൾക്ക് ഭൂമിയിലെ കോടതി അവനെ വിധിക്കുന്നു. ഒരുത്തൻ മറ്റൊരുത്തനെ കൊന്നതിൽ കോടതി അവരെ വിധിക്കുന്നു. ഒരുത്തനെ കൊല ചെയ്യുന്നത്, പിന്നെ കൊലപാതകങ്ങളും നരഹത്യകളും നിത്യസംഭവമാണ്. ഒരുവന്റെ ഉദ്ദേശത്തിനും പ്രവൃത്തിക്കും അനുസരിച്ച് വിധി കൽപ്പിക്കുന്നു. എന്നാൽ സ്വർഗത്തിൽ ഒരുവന്റെ ഹൃദയത്തിലുള്ള കൊലപാതക ചിന്ത എന്ന പാപത്തെ ദൈവം വിധിക്കുന്നു.
പാപം ചെയ്യുന്നതിനുള്ള ഒരു പ്രവണതയാണ് ദൈവം വിധിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ പഴയ നിയമകാലത്ത് 10 കൽപ്പനയെ പറഞ്ഞ വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞ ഒരു സംഗമം ഒരു പുരുഷനും സ്ത്രീയും കൂടെ അനധികൃതമായിട്ട് നടക്കുമ്പോഴാണ് വ്യഭിചാരമാകുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോ എങ്ങനെയായിരുന്നു? എങ്ങനെയാ വ്യഭിചാരം? നോക്കാം. നശിപ്പിക്കുവാൻ മറ്റൊരുത്തന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വാഞ്ചയെ ദൈവം വിധിക്കുന്നു. ദൈവം ഇതിനെയാണ് വിധിക്കുന്നത്. ഒരുത്ത ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായിരുന്നു എന്നാണ് യാക്കോബിന്റെ വാക്കുകൾ നമ്മൾ കാണുന്നത്. ഇത് ചങ്ങല പോലെയാണ്. ചങ്ങല മുഴുവൻ തകരുവാൻ എല്ലാ കണ്ണുകളും പൊട്ടിക്കണമെന്നില്ല. ഏതെങ്കിലും ഒരു കണ്ണ് പൊട്ടിയാൽ മാത്രം മതി. പാപം സംബന്ധിച്ചും ഇതുപോലെയാണ്. പ്രവാചകന്മാരിൽ ചിലരെ മാത്രമേ കൊന്നുകളഞ്ഞിട്ടു എങ്കിലും പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തത്തില് വേണ്ടി ദൈവം ഈ നഗരത്തോട്, ഈ ബാബിലോണ് ന്യായം വിധിക്കുകയാണ്. എന്നുവെച്ചാൽ അവര് പണ്ട് ചെയ്തിട്ടുള്ള ആദ്യം മുതലുള്ള ആ അനീതികളെല്ലാം ഇവർ പരമ്പരാഗതമായിട്ട് അവരുടെ ആ ദൈവത്തോട് മറുത്തു അവരുടെ തലമുറകൾ ചെയ്തു. അതുകൊണ്ട് ദൈവം പരിപൂർണമായിട്ട് അവരെ നശിപ്പിച്ച് ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കി ലോകത്തിന്റെ അന്ത്യം അവിടെ വരുന്നത്. അവിടെയാണ് എനിക്ക് 18-ാം അധ്യായത്തെ കുറിച്ച് പറയാനുള്ളത്. 19-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. എന്നാൽ 1 മുതൽ 10 വരെ ഒന്ന് വായിക്കുക. 1 മുതൽ 10 വരെ 19-ാം അധ്യായത്തിൽ. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളതും വേശ്യാവൃത്തി കൊണ്ട് വഷളാക്കിയ വേശ്യയ്ക്ക് അവൻ തന്റെ ദാസന്മാരുടെ രത്നങ്ങളുടെ കയ്യിൽ ചോദിച്ചു പ്രതികാരം ചെയ്യുവാൻ അവന്റെ ന്യായവിധികൾ സത്യവും നീതിയുള്ളവ. അവർ പിന്നെയും ഹല്ലേലൂയ, അവരുടെ പുക എന്നേ പോകുന്നുവെന്ന് പറഞ്ഞു. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞു സിംഹാസനത്തിൽ നമസ്കരിച്ചു. നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവീൻ എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്തെ ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന് കാന്തയെ ദാനത്താൽ ഒരുക്കിയിരിക്കുന്നു. അവരുടെ ശുദ്ധവും ശുഭ്രവും വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. താങ്ക് യു വെരി മച്ച്. ഇവിടെ യേശുക്രിസ്തുവിന്റെ 2ാം വരവിനെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. 16-ാം അധ്യായത്തിന്റെ തുടർച്ച എന്നോണം നേരത്തെ ഞാൻ പ്രസ്താവിച്ചാണ്. 16-ാം അധ്യായം കഴിഞ്ഞാൽ പിന്നെ 19-ാം അധ്യായത്തിലേക്കാണ്. 17-ഉം 18-ഉം ഇടവേളയാണ്, പരന്തസിസ് ആണ്. 16-ാം അധ്യായത്തിൽ ദൈവിക ന്യായവിധി ഭൂമിയിൽ വരുന്നതിനെ കുറിച്ച് നാം കണ്ടു. അപ്പൊ മിഡിൽ ഈസ്റ്റ്, ടർക്കി, അറേബ്യ, ഈ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് യുദ്ധം ഇസ്രായേലുമായിട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഗോഗ് മാഗോഗ്, എസെക്കിയേൽ 38, 39 അധ്യായത്തിലുള്ള യുദ്ധങ്ങളെല്ലാം ലോകാരംഭം മുതൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കഷ്ടം ഈ മഹാപീഡന സമയത്ത് ഉണ്ടാകും. ചരിത്രത്തിൽ തന്നെ വലിയ ഭൂമി കുലുക്കത്തിന് ലോകം സാക്ഷ്യം വഹിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രസ്താവിച്ചതുപോലെ ഈ ഇപ്പൊ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂമികൾക്കും പണ്ട് 1960 ചിലിയിലുണ്ടായ 9.5 മാഗ്നിറ്റ്യൂഡ് ആയിരുന്നു അന്ന് ഏറ്റവും വലിയ ഭൂകമ്പം റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ മഹാപീഡന കാലത്തെ ഭൂകമ്പം കൊണ്ട് ഈ ദ്വീപുകളെല്ലാം മാറ്റപ്പെടും. ദ്വീപുകളെല്ലാം വലിയ ഭൂമിയുടെ പ്രകൃതിക്ക് തന്നെ ജിയോഗ്രഫിക്കൽ ചേഞ്ചസിന് വലുതായിട്ടുണ്ടാകും. അതുപോലുള്ള ഭൂമികൾക്ക് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഈ ദിവസത്തെ കുറിച്ച് യേശു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മത്തായി 21-ന്റെ 24-ന്റെ 21, 22 കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിക്കുക. എന്നാലും സമയമുണ്ടോ ആർക്കെങ്കിലും എടുത്ത് പെട്ടെന്ന് വായിക്കാം. 24-ന്റെ 21, 22 മാത്യു 24, 21, 22.
ലോകാരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വ്രതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. അന്ന് ആരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ താങ്ക് യു വെരി മച്ച്. ഭൂമിയിൽ അവിടെ കാണുന്ന ഭൂമിയിൽ ഉന്മൂലനാശം സംഭവിക്കും. മനുഷ്യരുടെ സകല കഷ്ടതയുടെയും അവസാനത്തിന്റെ ആരംഭമാണ് ഇവിടെ കാണുന്നത്. ഇവിടുത്തെ 4 കഷ്ടതയും അവസാനത്തിന്റെ ആരംഭമായിരിക്കും. ഇവിടെ 4 ഹല്ലേലൂയ ശ്രദ്ധിക്കുക. മർമ്മം ബാഹുരിയാം ബാബിലോൺ തന്റെ വേശ്യാവൃത്തിയുടെയും മിളച്ചതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപാത്രം കയ്യിൽ പിടിച്ചിരുന്നവർക്ക് നാശം സംഭവിക്കുമ്പോൾ സ്വർഗത്തിൽ പുരുഷാരം ആദ്യത്തെ ഹല്ലേലൂയ പറയും. ബാബിലോൺ പട്ടണത്തിന് നാശം സംഭവിക്കുമ്പോൾ രണ്ടാമത്തെ ഹല്ലേലൂയ ശബ്ദം ഉയരും. ദൈവത്തിന്റെ പരിശുദ്ധ പ്രപഞ്ചത്തിന്റെ ഹൃദയത്തിലാണ് ബാബിലോണിന്റെ ദുഷ്ടത കിടക്കുന്നത്. ബാബിലോൺ നഗരത്തിന് ഉന്മൂലനാശം സംഭവിക്കുകയും ദുഷ്ടതയിൽ നശിക്കുകയും ക്രിസ്തുവിനെ തിരസ്കരിക്കുന്നവർ പൂർണ്ണമായി നശിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗം പുരുഷാരത്തിന്റെ മഹാഘോഷത്താലും ദൈവകൃപയാലും നിറയും. അവർ പിന്നെയും ഹല്ലേലൂയ അവരുടെ പുക എന്നേക്കും പോകുന്നു എന്ന് പറഞ്ഞു. സ്വർഗത്തിൽ നമ്മുടെ കർത്താവിന്റെ ഉന്നതവും മഹത്വമാർന്ന സൃഷ്ടികൾ അടുത്ത ഹല്ലേലൂയ പറയും. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ച് ആമേൻ എന്ന പദം വീണ് നമസ്കരിച്ചു. ആമേൻ എന്ന പദം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ ഓർക്കുന്നുണ്ടോ? ആമേൻ ആദ്യമായിട്ട് വേദോത്തിൽ എവിടെ കാണുന്നത്? ആമേൻ ആദ്യം ബൈബിളിൽ കാണുന്നത് സംഖ്യാപുസ്തകം 5:22. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സംഖ്യാപുസ്തകം 5 വണ്ടർഫുൾ. ആദ്യമായി ആമേൻ എന്ന പദം കാണുന്നത് വിശുദ്ധമായതിന്റെ, നമ്മളിപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ അവസാനം എന്തോ ആമേൻ പറയുന്നത്, അതിന്റെ വിശുദ്ധമായതിന്റെ അംഗീകരണമായി ഇത് ഉപയോഗിക്കുന്ന പദമാണിത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആമേന്റെ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞേ അതുപോലെ തന്നെയല്ലേ? അപ്പൊ ഇത് ഞാൻ താങ്ക് യു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രസ്താവിച്ച പോലെ ഇതൊരു മന്ത്രമായിട്ട് ഹല്ലേലൂയ ആമേൻ ഒരു മന്ത്രമായിട്ട് ഉപയോഗിക്കരുത്. ഹിന്ദുക്കളും മറ്റുള്ളവരും മുസ്ലിങ്ങളും ഉപയോഗിക്കുന്ന ലാ ഇലാഹ മുഹമ്മദ് റസൂലുള്ളാഹ് ഇതൊക്കെ പറയുന്നത് കൂടാതെ പിന്നെ സ്വാമിയെ ശരണം, അയ്യപ്പോ സ്വാമിയെ ശരണം, ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് ഹല്ലേലൂയ ആമേൻ എന്ന് എപ്പോഴും പറഞ്ഞത് കൊണ്ട് അർത്ഥമില്ല. നമ്മൾ അതിന് തക്കതായ സമയത്ത് വരുമ്പോഴാണ് ഹല്ലേലൂയ ആമീനും ഒക്കെ പ്രസ്താവിക്കേണ്ടത്. അപ്പൊ ദൈവം അത് അക്നോളജ് ചെയ്യും. അതുകൂടെ നമ്മളൊരു മന്ത്രവാദം പോലെ അതിന് പ്രത്യേക ഇതൊന്നുമില്ല. അത് നമ്മൾ അത് എഗ്രി ചെയ്യുന്ന ഒരു പദമാണ്. ലേഖനങ്ങളിലും സുവിശേഷങ്ങളിലും ഉറപ്പിന്റെ പദമായി അങ്ങനെ തന്നെ ഈ പദം എങ്ങനെ തന്നെ എന്നാണ് അതിന്റെ അർത്ഥം. ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത് ഇത് സത്യത്തെ തുറന്ന് സമ്മതിക്കുന്ന സ്വർഗീയ പദമാണ്. ആമേൻ മുദ്രയിടുകയും ഉറപ്പിക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. ദൈവത്തെ സ്തുതിക്കുന്നതിന് മനുഷ്യന് ഉച്ചരിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും ശക്തമായ പദമാണ് ഇത് ഉള്ളത്. സിംഹാസനത്തിൽ നിന്നുള്ള വിളിയുടെ ഉത്തരമായാണ് 4ാമത്തെ ഹല്ലേലൂയ ശബ്ദം കേട്ടത്. ഈ 6ാം വാക്യത്തില് 19:6 ഒന്ന് വായിക്കാൻ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വമേറ്റിരിക്കുന്നു. താങ്ക് യു, അപ്രീഷിയേറ്റ്. അപ്പൊ അവിടെ അപ്പൊ അവിടെ വായിച്ച 4 മുതൽ 8 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം, വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ എന്ന് അവിടെ പറയുമ്പോൾ നമ്മളിപ്പോ വായിച്ച ബഹുവചനത്തിലാ തന്നെ. എന്തൊരു ദിവസം ഓർക്കുക. അപ്പൊ നമുക്ക് കർത്താവായ യേശുവിനോട് തീരുന്ന സമയത്തെ കുറിച്ച് നമ്മൾ ഓർത്ത് നോക്കിയേ. നമ്മുടെ ഈ ലോകത്തിലെ സുഖങ്ങളും എല്ലാം തീർന്ന് വേദനയും ദുഃഖവും എല്ലാം അതിന് ഒരു അവസാനം വരും. നമ്മുടെ കണ്ണിൽ നിന്ന് നമ്മുടെ പ്രിയൻ കർത്താവ് യേശു കണ്ണീര് വാർക്കും, മാറ്റിക്കളയും. സന്തോഷം, എന്തോ ഒരു ദിവസമാണ്, എന്തോ ഒരു വിധിയാണ്, എന്തോ ഒരു സമാപ്തിയാണ്. ഈ ലോകത്തിലെ പ്രശ്നത്തിനെല്ലാം ഒരു സമാപ്തി കാണുന്ന ഒരു സമയമാണ്. നമ്മൾ വിജയിക്കുന്ന ഒരു സമയമാണ്. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അതാണ് ഇപ്പൊ അവിടെ വായിച്ചപ്പോൾ നിർത്തി. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പൊ ആ വിശേഷ വസ്ത്രം എന്തോ ആണ്? അപ്പൊ നമ്മൾ ആ വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ എന്തുമാണ് അതിന്റെ യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത്? നമ്മുടെ നീതിപ്രവൃത്തികളെന്ന് ഉള്ള നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അല്ല നമ്മൾ ഈ ശബരിമല പോകുന്ന പോലെ ചില വേളാങ്കണ്ണി മാതാവിന്റെ ഇടയിൽ പോകുന്ന ശബരിമല പോകുന്നത് കൊണ്ട് കൂടുതൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വല്ലതും പ്രയോജനമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, നമ്മുടെ പ്രവൃത്തിയാ. എനിക്ക് സിമ്പിൾ ആയിട്ട് അതിന് പറയാൻ എത്രയേ ഉള്ളൂ. അതിന് വലിയ റോക്കറ്റ് സയൻസിന്റെ ആവശ്യമൊന്നുമില്ല. ബൈബിള് വായിക്കുമ്പോൾ അത് വായിച്ച് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ധ്യാനിക്കുമ്പോൾ മനസ്സിലാകാനുള്ള വളരെ ലളിതമാണ്. ദൈവം നമ്മളെ എല്ലാവർക്കും ഓരോ റോള് തന്നിട്ടുണ്ട്. ആ റോള് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അത് ദൈവം അവിടെ അംഗീകരിക്കും. നമുക്ക് അതാണ് നമ്മുടെ നീതി വിശേഷ വസ്ത്രം. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഒരു ഭർത്താവാണ്. ഭർത്താവായിട്ട് ഞാൻ എത്രമാത്രം ചെയ്തു എന്നുള്ളതാണ് അവിടെ ദൈവം അവിടെ എന്നോട് ചോദിക്കുന്നത്. പിന്നെ വേറൊന്ന്, രണ്ടാമത് ഞാനൊരു പിതാവാണ്. പിതാവായിട്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടി എത്ര ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ഭർത്താവും പിതാവും എല്ലാം എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണമില്ല. മൂന്നാമത് ഞാൻ ചിന്തിച്ചാൽ ഞാനൊരു മകനാണ്. ഞാനൊരു മകനായിട്ട് എൻ്റെ അപ്പനെയും അമ്മയും ഞാൻ എങ്ങനെ ഇത് ചെയ്യും. നാലാമത് നോക്കിയാൽ ഞാനൊരു സഹോദരൻ, എൻ്റെ സഹോദരന്മാരെ ഞാൻ എങ്ങനെ ട്രീറ്റ് ചെയ്തു കുടുംബത്തിൽ. പിന്നെ അങ്ങോട്ട് നമ്മൾ നോക്കിയാൽ നമ്മുടെ സഭയില്, സമൂഹത്തില്, നമ്മുടെ അയൽപക്കത്തുകാരെ, ജനങ്ങളുടെ ജോലി സ്ഥലത്ത് നമുക്ക് ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്ന വിശ്വാസികളാന്ന് പറഞ്ഞേച്ച് അവിടുത്തെ സാധനങ്ങളൊക്കെ മുട്ടിച്ചുകൊണ്ട് വീട്ടിൽ വരിക, അവിടെ ജോലി ഉഴപ്പ്, അവിടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഇന്ത്യ വെച്ച് എനിക്ക് പലരെയും അറിയാം. അവിടെ സൈൻ ചെയ്തേച്ച് ജോലി ചെയ്യാതെ പേരെഴുതി ഹാജർ വെച്ചേച്ച് കറങ്ങി നടക്കുക, കാപ്പിയും കുടിച്ച്. ഇതൊക്കെ ദൈവം ചോദിക്കുന്ന സംഗതികളാണ്. ഇതാണ് നമ്മൾ നമ്മുടെ റോളിൽ വിശ്വസ്തരായിട്ട് ചെയ്ത് കഴിയുമ്പോൾ അതാണ് നമ്മുടെ നീതി വസ്ത്രം എന്ന് പറയുന്നത്. അതിന് റോക്കറ്റ് സയൻസിന് മല കയറേണ്ടയും പൈസ മുടക്കി പൈസ കൊടുക്കേണ്ട ആവശ്യത്തിൽ തീർച്ചയായിട്ടും കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, പിശുക്കനായ ഒരു ദൈവമകൻ ഒരിക്കലും നല്ല ക്രിസ്ത്യാനിയല്ല. ഞങ്ങൾ ആരെ ഇണങ്ങിയാലും എനിക്കത് പ്രശ്നമല്ല. ആരെങ്കിലും വിശ്വാസി അവൻ പിശുക്കനാണോ, ഈസ് നോട്ട് എ ഗുഡ് ക്രിസ്ത്യൻ, അപ്പൊ അതേ സമയത്ത് കടവും വാങ്ങിച്ചിട്ട് ആവശ്യമില്ലാത്തതിന് ലാവിഷായിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ ചെലവാക്കുന്ന ആളും നല്ല ക്രിസ്ത്യാനിയല്ല. അതുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിനെ നിറവില് ദൈവത്തിന് ഇത് അനുഗ്രഹമാണോ, എന്ത് ഗ്ലോറിഫൈ ജീസസ്, എപ്പോഴും ദൈവത്തിനെ മഹത്വം കൊടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്രവർത്തനം. അതാണ് നമ്മുടെ വിശേഷ വസ്ത്രങ്ങൾ, നീതി വസ്ത്രങ്ങൾ. അതാണ് അവിടെ വരുന്ന ആഴ്ചയാണ് ഞാൻ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ആംപ്ലിഫൈ ചെയ്യാം. ഇതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. മണവാളനും മണവാട്ടിയും ആരാന്നുള്ളത്. അപ്പൊ നമ്മുടെ നീതി വസ്ത്രങ്ങളാണ് നമ്മളെ അവിടെ ധരിക്കുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ, യേശുക്രിസ്തുവിന്റെ അവിടെ ചെല്ലുമ്പോൾ മണവാളനും മണവാട്ടിയും വിവാഹത്തിനെ കുറിച്ച് വരുന്ന ആഴ്ച സംസാരിക്കുക. ഇനിയും സമയം, നിങ്ങൾ 10 മണിക്കാണല്ലോ തീരുന്നത്. ഞാൻ ഇനി കൂടുതൽ സമയം എടുക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നിർത്തിയേക്കട്ടെ. Okay, thank you very much. I appreciate it. Thank you for all the hard work and everything. God bless you all. All right, thank you. Okay. Thank you, sisters. Good night, you all. Good night. Bye.